അറേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഇൻ ദെയർ ഓർഡർ, ഇൻ ദെയർ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആസച്ച് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും ഈ ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത മെയിൻസിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പൊ 1, 2, 3 കിട്ടി. 4ാം സ്ഥാനം ഏതാ? 4ാം സ്ഥാനമാണ് രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി. രജിസ്റ്റർ ടാക്സ് എന്നും നോൺ ടാക്സ് എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ സ്പെസിഫിക് ആയിട്ടൊന്ന് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? SOTR സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ, SONTR സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ. ഇത്രയും കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ഇത്രയും കാര്യം ക്ലിയർ ആണോ? അതിൽ തന്നെ SOTRന്റെയും SONTRന്റെയും CGTയുടെയും ഘടന നമ്മൾ പഠിച്ചു. SOTRൽ എന്തൊക്കെയാ ഉള്ളത്? SOTRൽ പ്രധാനമായിട്ടും റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവെന്നാണ് അർത്ഥം, അല്ലെ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റില് റെസിപ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെന്റിന് കിട്ടുന്ന പണത്തെയാണ് റെസിപ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്താണ് റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം? റവന്യൂ റെസിപ്റ്റുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിയേണ്ടത്. എന്താണ് വ്യത്യാസം? എന്താണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കണ്ടീഷൻസ് അത് പാലിച്ചിരിക്കണം. 2 കണ്ടീഷൻസ് പാലിക്കുന്ന റെസിപ്റ്റുകളെ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് റെസിപ്പിയന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന തുക റവന്യൂ റെസിപ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് 2 കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പണം ലയബിലിറ്റി ആകാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ കിട്ടുന്ന പണം എന്താകാൻ പാടില്ല? ലയബിലിറ്റി ആകാൻ പാടില്ല. ഇനി എന്താണ് എക്കണോമിക്സിന്റെ ഭാഷയിൽ ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതോ പലിശ കൊടുക്കേണ്ടതോ നാളെ ഒരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കുന്നതോ ഒക്കെ ലയബിലിറ്റിയാണ്. അത്തരത്തിൽ ലയബിലിറ്റി ആകാൻ പാടില്ല എന്നുള്ളതാണെന്ത്? ഫസ്റ്റ് കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ആസ്തി ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. എന്ത് നഷ്ടപ്പെടാൻ പാടില്ല? ആസ്തി ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ദർ ഷാൾ ബി നോ അസറ്റ് ലോസ്. ഈ 2 കണ്ടീഷൻസും ഒരേ സമയം പാലിക്കുന്ന റെസിപ്റ്റുകളെയാണ് വെരി ഗുഡ് ആനന്ദ. ഈ 2 കണ്ടീഷൻസും ഒരേ സമയം പാലിക്കുന്ന റെസിപ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കേരള ഗവൺമെന്റിന്റെ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പം അതിന്റെ പ്രത്യേകത ആദ്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ആ കിട്ടുന്ന തുക എന്താകാൻ പാടില്ല? കേരള ഗവൺമെന്റിന് ബാധ്യതയാകാൻ പാടില്ല. ആ കിട്ടുന്ന തുക കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താകാൻ പാടില്ല? കേരളത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരള പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് അസറ്റ് ഒന്നും നഷ്ടപ്പെടുത്തി കിട്ടുന്ന തുകയാകരുത്. അല്ലെ, അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിറ്റ് തൊലച്ച് കിട്ടിയ പൈസയോ ആകരുത്. കടമെടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ മറ്റൊരാൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലോ ഉള്ള പൈസ ആകരുത്. സോ അത്തരത്തിലുള്ള തുകയാണെന്ത്? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ കേരളത്തിന്റെ റവന്യൂ റെസിപ്റ്റ്സിലോട്ട് വരുമ്പം അതിനെ നമുക്ക് 3 തിരിക്കാടെ. കേരളത്തിന്റെ റവന്യൂ റെസിപ്റ്റ്സിനെ നമുക്ക് 3 തിരിക്കാം. എനി ഐഡിയ? കേരളത്തിന് കിട്ടുന്ന റവന്യൂ റെസിപ്റ്റ്സിനെ നമുക്ക് 3 തിരിക്കാം. ഒന്നാമത്തത് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. ഇനി തൊട്ട് ഈ അബ്രിവേഷൻ ഒന്നും കാണുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. SOTR എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. ഇതാണ് ഫസ്റ്റ് കമ്പോണന്റ്. കാരണം എന്താണ് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എന്നാണ് അതിന്റെ അർത്ഥം. സംസ്ഥാനത്തിന്റെ തനതായിട്ടുള്ള സ്വന്തം നിലയ്ക്കുള്ള നികുതി വരുമാനം. ഇതെന്താണ്? ഇതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. കാരണം നികുതി വരുമാനം എന്ന് പറയുന്നത് ആ കിട്ടുന്ന തുക തിരിച്ചു കൊടുക്കണോ, അതിന് പലിശ കൊടുക്കണോ? നാളെ ഒരാൾ നികുതി പിരിച്ചു കിട്ടിയ തുക നാളെ ഒരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കോ? ഇല്ല. ഇനി നികുതി പിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ആസ്തി വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ലയബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ എന്തുമില്ല, ആസ്തി അല്ലെങ്കിൽ അസറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നുമില്ല. സോ അത്തരത്തിൽ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ റെസിപ്റ്റ്സിന് 3 കമ്പോണൻസ് ഉള്ളതിൽ ആദ്യത്തെ കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഒന്ന് പറഞ്ഞേ. സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഇത് ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ ഒരു ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് നമ്മൾ യൂണിയൻ ബഡ്ജറ്റിൽ പറയുന്നത് പോലെ ബഡ്ജറ്റ് അറ്റ് എ ബ്രീഫ് എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, റവന്യൂ റെസിപ്റ്റ്സിൽ കേരള ഗവൺമെന്റിന്റെ റവന്യൂ റെസിപ്റ്റ്സിലെ
ആദ്യം കിടക്കുന്ന കമ്പോണന്റ് ഏതാന്ന് നോക്കേ, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. ഇനി ഇവിടെ കുറച്ചധികം വർഷത്തെ ഡേറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് റെസിപ്റ്റ് ആയിട്ടും എക്സ്പെൻഡിച്ചർ ആയിട്ടും താഴോട്ട് ലിസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം വർഷത്തെ ഡേറ്റ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഡേറ്റ വെച്ചിട്ടായിരിക്കും. 2023-24 എന്നുള്ള ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് കേരള എക്കണോമിയുടെ ഒരു മൂവ്മെന്റ് അല്ലെ ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇത് സ്ട്രിക്ട്ലി നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റും എക്കണോമിക് റിവ്യൂ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനകത്ത് ഒരുപാട് ഡേറ്റയും ഫിഗേഴ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതിൽ ഈ ഡേറ്റയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് കാരണം, നമുക്ക് ഈ വർഷത്തെ ഡേറ്റയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടേ, നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ഫിഗേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ഡേറ്റ അവൈലബിൾ ആണ്. സോ ഈ വർഷത്തെയും തൊട്ട് മുമ്പത്തെ വർഷത്തെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും സ്റ്റേറ്റ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത്. ഇനി വാട്ട് അബൌട്ട് ദീസ് 2 ഇയേഴ്സ്, 2024-25 2025-26 സംബന്ധിച്ചിടത്തോളം എന്താണ്? കാരണം നമ്മൾ ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ 2024-25 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി 2025-26 എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ബഡ്ജറ്റിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഏതാണ്? വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള എസ്റ്റിമേറ്റ് ബഡ്ജറ്റ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് ഈ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദിസ് ഇയേഴ്സ് അനാലിസിസ് നിങ്ങൾക്ക് ബാക്കി വർഷങ്ങൾ, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷമായിട്ട് ബന്ധപ്പെട്ട റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ശരി, വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തെ സംബന്ധിച്ചിടത്തോട്ടുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് തന്നെ അത് കോംപ്രഹെൻഡ് ചെയ്യാനും വിലയിരുത്താനും സാധിക്കും. കാരണം ഇൻ കേസ് ഒരു ചോദ്യം ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ നിന്ന് ഒരു ട്രെൻഡ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, അതിനായിട്ട് നിങ്ങൾ എക്യുപ്ഡ് ആവുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് വിലയിരുത്താനുള്ള ഒരു ശേഷി ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, സോ അതിന്റെ ഒരു ഫണ്ടമെന്റൽ ക്ലാസ് എന്നുള്ള നിലയ്ക്ക് മെയിൻ ടോപ്പിക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഡ്ജറ്റ് ഫണ്ടമെന്റൽസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ യൂട്യൂബിൽ ഒരു റെക്കോർഡഡ് വീഡിയോ ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈവ് സെഷൻ ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് പ്രിലിംസിലും ഉണ്ടല്ലോ പബ്ലിക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റ് കമ്പോണൻസ്, ഡെഫിസിറ്റ്, ആ FRBM ആക്ട്, അതറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് മെൻഷൻ, നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി, അത് ഞാൻ ചെയ്തു തരാം. അപ്പൊ ടൈം ബീങ് ഞാൻ ഈ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന ഏതാണ്? നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ആണ് നമ്മൾ പഠിക്കുന്നത്, കേരള ഗവൺമെന്റിൻ്റെത്. അത് ഏത് ഹെഡറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റവന്യൂ റെസിപ്റ്റ്സ് എന്നുള്ള ഹെഡറിലാണ് വരുന്നത്. ഏതിലാണ് വരുന്നത്? റവന്യൂ റെസിപ്റ്റ്സ് എന്നുള്ള ഹെഡറിലാണ് വരുന്നത്. റവന്യൂ റെസിപ്റ്റ്സ് എന്താണെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? ലയബിലിറ്റി ഇല്ലാത്ത, അസറ്റ് ലോസ് ഇല്ലാത്ത വരവിനെ, റെസിപ്റ്റിനെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാം. ഇനി അതിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട റവന്യൂ റെസിപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഏത്? സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. രണ്ടാമത്തതാണ് സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ. സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് റവന്യൂ റെസിപ്റ്റ് ആണ്, ഇത് റവന്യൂ റെസിപ്റ്റ് ആണ്, പക്ഷെ എന്തല്ല? ടാക്സ് അല്ല. എന്തല്ല? ടാക്സ് അല്ല. റവന്യൂ റെസിപ്റ്റ് ആണ്, പക്ഷെ എന്തല്ല? ടാക്സ് അല്ല. റവന്യൂ റെസിപ്റ്റ് ആണെങ്കിൽ ഇതിനും ഏതൊക്കെ കണ്ടീഷൻസ് ബാധകമായിരിക്കും? ഈ 2 കണ്ടീഷൻസ് ബാധകമായിരിക്കും. ഏതൊക്കെയാണ്? അത് ലയബിലിറ്റി ആയിരിക്കത്തില്ല, അതിന്റെ അകത്ത് അസറ്റ് ലോസ് ഉണ്ടായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഈ 2 കണ്ടീഷൻസ് ബാധകമാണ്, പക്ഷെ അതെന്തായിരിക്കത്തില്ല? ടാക്സിന്റെ രൂപത്തിലായിരിക്കത്തില്ല. എക്സാമ്പിൾ ഏതാണ്? ടാക്സിന്റെ രൂപത്തിലല്ലാത്ത കേരള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം ഏതാ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. കാരണം സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ വന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ട്രെൻഡ് എടുത്തിട്ട് ചോദിക്കാം, കഴിഞ്ഞ 5 വർഷം നോൺ ടാക്സ് ഇനത്തിൽ താഴെ പറയുന്ന ഏതിനത്തിൽ നിന്നാണ് സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് എന്ന് ചോദ്യം വരാം. അപ്പൊ നിങ്ങളുടെ ഒരു ഊഹം പറഞ്ഞേ, ഏറ്റവും കൂടുതൽ നോൺ ടാക്സ് റവന്യൂ കിട്ടിയത് ഏതിനത്തിലാണെന്നാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? ഏതിനത്തിലാണെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ? ഫീസ് ആണോ അനന്തകൃഷ്ണ? ഫീസ് അല്ല കേട്ടോ, ലോട്ടറി വിറ്റ വരുമാനമാണ്. എന്താണ്? ലോട്ടറി വരുമാനമാണ്. ലോട്ടറി നമുക്ക് അതിലോട്ട് പോവാം. ഞാൻ അതാ പറഞ്ഞു, ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും. 2023-24 ഡേറ്റ വെച്ചിട്ട് എക്കണോമിക് റിവ്യൂ കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ ഏതൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ടാക്സ് വരുമാനങ്ങൾ എന്ന് പറയുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശമുള്ള പ്രധാനപ്പെട്ട ടാക്സ് വരുമാനങ്ങൾ ഏതൊക്കെയാ? സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടാക്സിന്റെ രൂപത്തിൽ അല്ലാത്ത റവന്യൂ റെസിപ്റ്റ്സ് എന്നാണ് അർത്ഥം. ആദ്യത്തെ കമ്പോണന്റ് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ആണല്ലോ. അതിന്റെ അകത്ത് ഏതൊക്കെ വരും?
സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിൽ ഏതൊക്കെ വരും? സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിൽ ഏതൊക്കെ വരും? അത് നിങ്ങൾക്ക് ചോദിക്കും. എങ്ങനെയാണെന്നറിയോ? അറേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഇൻ ദെയർ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കളക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് കളക്ഷൻ എന്നുള്ള ചോദ്യം വരും നിങ്ങൾക്ക്. മനസ്സിലായോ? അറേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ, അറേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഇൻ ദെയർ എന്താണ് ഇൻക്രീസിംഗ് ഓർഡർ. കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറയും. ഓക്കെ, ഏതൊക്കെയാണ് ഇനി ഐഡിയ? ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. ഞാനിവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തത് നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റേറ്റ്സ് ഓൺ, ഇതിലോട്ട് വരാം, ഇതിന്റെ ട്രെൻഡ് ഡാറ്റ ഫിഗറിലോട്ട് നമുക്ക് വരാം. ഇത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്റെ ഒപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിക്കോ. 6 ടാക്സസ് ആണ് മേജർ ടാക്സ്. സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 6 ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് അതിന്റെ ഒരു വെയിറ്റേജും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ആ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ധാരണ വേണം. ഓക്കെ, അതിൽ ആദ്യത്തതാണ് SGST. നമുക്കറിയാം, ടോട്ടൽ GSTയിൽ ഹാഫ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിനുള്ളതാണ്. അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റേറ്റ് GST. അപ്പൊ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിലെ വൺ ഓഫ് ദ ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? SGST ആണ്, സ്റ്റേറ്റ് GST. രണ്ടാമത്തത് നിങ്ങൾ പലപ്പോഴും ട്രോളായിട്ടും മറ്റുമൊക്കെ കേൾക്കുന്നതാണ് രണ്ടാമത്തെ ഐറ്റം. ഓക്കെ, സെയിൽ ടാക്സ് ആണ്. നമുക്കറിയാം, പലപ്പോഴും ഈ കേരള PSCയിൽ ചോദ്യം കണ്ടിട്ടില്ല, പക്ഷെ SSC ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ 7 പ്രകാരം നമ്മൾ യൂണിയൻ ലിസ്റ്റും സെൻട്രൽ സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നികുതി അവകാശം സെൻട്രൽ ഗവൺമെന്റിനാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ നികുതി അവകാശം, ടാക്സ് ലെവി ചെയ്യാനുള്ള അവകാശം ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെന്റിനാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിമിതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നികുതി അവകാശം ഏത് എന്നൊരു ചോദ്യം വരാറുണ്ട്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിസിനിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നികുതി അവകാശം. കാരണം നമ്മൾ പഠിക്കുന്ന മിക്ക നികുതികളും ആരുടെ കസ്റ്റഡിയിലാണ്? സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റഡിയിലാണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതി അവകാശമാണ് ഇത്? സെയിൽ ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് സെയിൽ ടാക്സ്? നിങ്ങൾ മനസ്സിലാക്കണം, GSTക്ക് മുമ്പ് ആദ്യമേ ഇന്ത്യയിൽ ഒരു വാറ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സേഷൻ, വാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. GSTക്ക് ഒരു ഫിലോസഫി ഉണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ടന്റ് ആയിട്ട് തരാം ഞാൻ. അപ്പം സെയിൽ ടാക്സ് എന്ന് പറയുന്നത് സെയിൽസ് വാറ്റ് ആയിട്ട് സംസ്ഥാനങ്ങളാണ് നടപ്പിലാക്കിയത് ആദ്യമേ. അതിനുശേഷമാണ് പിന്നീട് രാജ്യമൊട്ടാകെ എന്ത് നടപ്പിലാക്കുന്നത് പോലും, GST നടപ്പിലാക്കുന്നത് പോലും. ഓറൽസ് അറിയാവുന്ന ആൾക്കാർ പറയാറുണ്ട്, സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ വാല്യൂ ആഡഡ് ടാക്സേഷന്റെ ഒരു ദേശീയ പതിപ്പാണ് GST എന്ന് വിളിച്ചാൽ പോലും തെറ്റില്ല. കാരണം GST അടിസ്ഥാനപരമായിട്ട് എന്താണ്? GSTയും അടിസ്ഥാനപരമായിട്ട് ഒരു വാല്യൂ ആഡഡ് ടാക്സേഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ കമ്പോണന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ ചെലുത്തുന്ന സെയിൽ ടാക്സ്. പ്രധാനമായിട്ടും കേരള സംസ്ഥാന ഗവൺമെന്റ് ടാക്സ് ചെലുത്തുന്ന പ്രധാനപ്പെട്ട 2 ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? സെയിൽ ടാക്സ് ഓൺ പെട്രോളിയം പ്രോഡക്ട്സ് ആൻഡ് സെയിൽ ടാക്സ് ഓൺ ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. സോ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ഏത്? ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ഈ പറയുന്ന സെയിൽ ടാക്സ് ഓൺ SGSTയും അതുപോലെ തന്നെ സെയിൽ ടാക്സ് ഓൺ പെട്രോളിയം ആൻഡ് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷന്റെ. ആപ്പിൾ പെൻസിലിന്റെ ചാർജ് കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ചെയ്തോട്ടെ. ചാർജ് ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേ ഒന്ന് ഓഫ് ആവും. ഒരു മിനിറ്റ്. പിന്നെ സെയിൽ ടാക്സ് ഓൺ പെട്രോളിയം ആൻഡ് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഫീ, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, പിന്നെ അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ. ഈ 6 സാധനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കണം. ഇനി ഇതിന്റെ ഡാറ്റ തന്നു കഴിഞ്ഞാൽ ആ ഡാറ്റ അനലൈസ് ചെയ്ത് തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇത് നിങ്ങൾ 2023 റവന്യൂ റെസിപ്റ്റ്സിലെ രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ ആണ്. അതിന്റെ അകത്ത് എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാം,
പ്രധാനമായിട്ടും അതിൻ്റെ അകത്തൊരു 4 ഹെഡേഴ്സ് അല്ലെ 4 എൻട്രീസ് ആണ് വരുന്നത്. 1, 2, 3, 4. ഓക്കെ, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞൊരു 5ാമത്തെ എൻട്രിയും കൂടെ വരുന്നുണ്ട്. ആ 4 എൻട്രീസും അറിഞ്ഞിരിക്കണം, അതിന്റെ ഒരു ഓർഡറും അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ വീണ്ടും പറയുന്നു, സിലബസിൽ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കമ്പോണൻസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ ഫിഗർ ഒന്നും അറിയേണ്ട കാര്യമില്ല, ഇതിനെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി, ഇൻക്രീസിംഗ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നോൺ ടാക്സ് റവന്യൂവിൽ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നോൺ ടാക്സ് വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സംസ്ഥാന ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട വരുമാനം, അതാണ് ലയൺ ഷെയർ ഓഫ് ദ ടോട്ടൽ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലോട്ടറീസ് ആണ്. ഏകദേശം 76% വരുമാനം വരുന്നത് എവിടുന്നാണ്? നോൺ ടാക്സ് റവന്യൂവിന്റെ 76% കേട്ടോ, സ്റ്റേറ്റ് ലോട്ടറീസിൽ നിന്നാണ് വരുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് സർവീസസിന്റെ ഇനത്തിൽ അതാണ് 2ാം സ്ഥാനത്ത് 9.004. ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് ഡിവിഡൻസ്. ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് ഡിവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് നൽകിയിട്ടുള്ള വായ്പയിൽ നിന്ന് കിട്ടുന്ന പലിശ, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്നത് വഴി അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും പ്രോഫിറ്റും. ഇതാണ് അടുത്ത കമ്പോണന്റ്. അതാണ് ആ ഓർഡറിൽ നോക്കുമ്പോൾ 3ാം സ്ഥാനത്ത് വരുന്നതാണ് ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് ഡിവിഡൻസ് എന്നുള്ളത്. ഇനി അടുത്തത് സെയിൽ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അതിൽ നിന്നും നമുക്ക് കാര്യമായിട്ടുള്ള വരുമാനം ഉണ്ടെന്നുള്ളതാ. ബീറ്റ് 1.6% ഓഫ് ദ നോൺ ടാക്സ് റവന്യൂ. വർഷം ഒരു 262 കോടി രൂപയൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്? ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസിൽ നിന്ന് ആദായമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റ് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന നോൺ ടാക്സ് റവന്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ 2ാം സ്ഥാനം വരേണ്ടത്. ആ മറ്റൊന്നുള്ള ഒരു പലവകയായതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചോദിക്കുമ്പം ഈ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ലോട്ടറി, സോഷ്യൽ ഡെവലപ്മെന്റ് സർവീസസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ്, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ക്ലാസ് കിട്ടിയത് വഴിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1ഉം 2ഉം കാര്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാടേ? 1ഉം 2ഉം. ഒന്ന്, SOTR എന്താണെന്ന് അറിയണം. അടുത്തത് SONTR എന്താണെന്ന് അറിയണം. ഒന്ന് പറഞ്ഞ്, SOTRും അറിയണം, SONTRും അറിയണം. ഇതല്ലേ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടാക്സും നോൺ ടാക്സും? സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടാക്സും നോൺ ടാക്സും എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് എന്ന് പറയുന്നത് SOTRും നോൺ ടാക്സ് എന്ന് പറയുന്നത് SONTRും ആണ്. ആമേ റൈറ്റ് അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട SOTR ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒന്ന് പറഞ്ഞേ. SGST ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഫീ വരുന്നുണ്ട്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ ടാക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് വരുന്നുണ്ട്? ലാൻഡ് റവന്യൂ വരുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട SOTR എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട SONTR ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട SONTR? സ്റ്റേറ്റ് ലോട്ടറി വരുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് സർവീസസ് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് ഡിവിഡൻസ് വരുന്നുണ്ട്, സെയിൽ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് വരുന്നുണ്ട്, പിന്നെ അതർ ഇൻകം വരുന്നുണ്ട്. സോ SOTRും SONTRും നിങ്ങൾ ടാക്സ് നോൺ ടാക്സ് എന്ന് ഇനി കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട എന്താണ്? SOTR ആൻഡ് SONTR. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റവന്യൂ റെസിപ്റ്റ്സ് പഠിക്കുമ്പം സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും കൂടെ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ SOTRനും SONTRനും പുറമെ 3ാമതൊരു ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് കൂടി നമ്മുടെ റവന്യൂ റെസിപ്റ്റ്സിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. എന്താണത്? നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഒരു ഷെയർ സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് എവിടെ വരുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സിന്റെ രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ എൻട്രി. റവന്യൂ റെസിപ്റ്റ്സിലെ 3ാമത്തെ എൻട്രി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ആണ്. ഓക്കെ, അപ്പം റവന്യൂ റെസിപ്റ്റ്സിൽ ടാക്സിനും നോൺ ടാക്സിനും പുറമെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is a third component known as ഏതാണ്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ്. അപ്പൊ ഇത്രയും അടങ്ങിയതാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? SOTR ഉണ്ട്, SONTR ഉണ്ട്, അതുപോലെ എന്തും കൂടെ വരുവിടെ? സ്റ്റേറ്റ് ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് വരും. സ്റ്റേറ്റ് ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് 2 ആർട്ടിക്കിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ 2 ആർട്ടിക്കിളിനെ ചൊല്ലിയാണ് പ്രധാനമായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്തിന് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം കൊടുക്കണം? കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം, ആ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസിന്റെ അടിസ്ഥാനം നിങ്ങൾക്കറിയാം, അത് ഭരണഘടനാപരമാണ്. ഏതൊക്കെ ആർട്ടിക്കിൾ ആണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവോ? ഏതൊക്കെ ആർട്ടിക്കിൾസിന്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം നൽകുന്നതെന്ന് നിലവിൽ? ക്യാൻ എനിബഡി ഗസ്? ഒന്ന് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഒന്ന് ചാറ്റിൽ ഇടാവോ, മെൻഷൻ ചെയ്യാവോ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് എന്നുള്ളത്? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതും ചോദിക്കാം. ഇത്രയൊന്നും ഡെപ്ത് പലർക്കും ഇല്ല. സോ നിങ്ങൾക്ക് ആ ഡെപ്ത് വേണം. ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്? ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 270 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതും വരുന്നുണ്ട്? ആർട്ടിക്കിൾ 275 വരുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ആർട്ടിക്കിൾസ്? ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 270 വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 275 വരുന്നുണ്ട്. 270 പ്രകാരമാണ് എന്ത് കിട്ടുന്നത്? ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഡിവിസിബിൾ പൂൾ നമുക്കറിയാം. ഇപ്പം 15th ഫിനാൻസ് കമ്മീഷൻ അല്ലെ 15th ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ് 16th ഫിനാൻസ് കമ്മീഷനിലോട്ട് പോവാണ്. 15th ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ച ഡിവിസിബിൾ പൂൾ എത്രയാണ്? സ്റ്റേറ്റ് ഷെയർ എത്രയാണ്? ടോട്ടൽ നെറ്റ് ടാക്സ് റവന്യൂവിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വകയിരുത്തേണ്ട പെർസെന്റേജ് എത്രയാണ്? 41% ആണ്. എത്രയാണ്? 41% ആണ് ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത്. ഡിവിസിബിൾ പൂൾ ആയിട്ട് വരുന്ന എത്രയാണ്? 41% ആണ് അല്ലെ? ഒരു സെക്കൻഡ്. %1 വരുന്ന ഡിവിസിബിൾ പൂളിലേക്ക് വകയിരുത്തുന്ന നെറ്റ് ടാക്സ് റവന്യൂ, സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ് റവന്യൂവിന്റെ ആ നെറ്റ് വാല്യൂവിന്റെ 41% ആണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്. 15th ഫിനാൻസ് കമ്മീഷനിൽ വന്നപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് എൻടൈറ്റിൽ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 270 പ്രകാരമുള്ള ആ എൻടൈറ്റിൽമെന്റ് 14th, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. 14th ഫിനാൻസ് കമ്മീഷന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5% ഓഫ് നെറ്റ് ഷെയറബിൾ ടാക്സ് ആയിരുന്നു എങ്കിൽ 15th ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു? 1.925% ആയിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ അത് കുറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്മുടെ നെറ്റ് പെർസെന്റേജ് ഓഫ് നെറ്റ് ഷെയറബിൾ യൂണിയൻ ടാക്സ് പ്രൊസീഡ്സ് എന്താണ്? പെർസെന്റേജ് ഓഫ് നെറ്റ് ഷെയറബിൾ യൂണിയൻ ടാക്സ് പ്രൊസീഡ്സ് 14th ഫിനാൻസ് കമ്മീഷൻ ടൈം പീരീഡിൽ 2.5% കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ 15th ഫിനാൻസ് കമ്മീഷൻ വന്ന സമയത്ത് അത് എത്രയായിട്ട് കുറഞ്ഞടേ? 1.925% ആയിട്ട് കുറഞ്ഞു. ഓക്കെ, നിങ്ങൾ അത് ഓർത്തിരിക്കുക. സോ ഇതിന്റെ ഇമ്പാക്ട് വരുന്നത് എവിടാണ്? ആർട്ടിക്കിൾ 270 പ്രകാരം നമുക്ക് കിട്ടുന്ന ടാക്സ് ഡെവല്യൂഷൻ. എന്താണ് ടാക്സ് ഡെവല്യൂഷൻ എന്നാണ് നമ്മൾ അതിന് പറയാ, ടാക്സ് ഡെവല്യൂഷൻ. അപ്പം ഈ സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സിൽ അതുകൊണ്ടാണ് ഞാൻ 2 ആർട്ടിക്കിൾ ഇവിടെ കോട്ട് ചെയ്തത്. ആർട്ടിക്കിൾ 270 പ്രകാരം ആ 41% ഓഫ് ദ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നെറ്റ് ഷെയറബിൾ ടാക്സ് വിഹിതം, അതാണ് ആർട്ടിക്കിൾ 270 പ്രകാരം കിട്ടുന്ന ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് പ്രകാരം നമുക്ക് കിട്ടിയത് 1.9 സംതിങ് പെർസെന്റേജ് തുകയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 1.92 എന്നെങ്കിലും ഓർത്തിരിക്കുക. ഇനി ഒരു വിഹിതം കൂടി നമുക്ക് കിട്ടും, അതാണ് ആർട്ടിക്കിൾ 275. ആർട്ടിക്കിൾ 270യും ഈ ഫിനാൻസ് കമ്മീഷൻ പ്രകാരമുള്ള ഡിവിസിബിൾ പൂളിനെ പറ്റിയും ഒരുവിധം എല്ലാവർക്കും അറിയാം. ഈ ആർട്ടിക്കിൾ 275 വഴി നമുക്ക് എന്താ കിട്ടുന്നത്? ആർട്ടിക്കിൾ 275 വഴി നമുക്ക് കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേരെന്താണ്? ടെക്നിക്കലി അതിനെ വിളിക്കുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ടാക്സ് ഡെവല്യൂഷൻ. പോസ്റ്റ് ടാക്സ് ഡെവല്യൂഷൻ, നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഐഡിയ പിടി കിട്ടും. റവന്യൂ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ. എന്താണ്? ഇങ്ങനൊരു തുകയ്ക്കാണ് ആർട്ടിക്കിൾ 275 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അർഹതയുള്ള. ഏതാണ്? പോസ്റ്റ് ടാക്സ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ. പോസ്റ്റ് ടാക്സ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം സെൻട്രൽ ഷെയർ എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രാൻസ്ഫർ പ്രകാരം നമുക്ക് 2 ഇനത്തിലുള്ള തുക കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ്? 2 ഇനത്തിലുള്ള തുക കിട്ടുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ടാക്സ് ഡെവല്യൂഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു നികുതി വിഹിതവും കിട്ടുന്നുണ്ട്. ഇനി പോസ്റ്റ് ഡെവല്യൂഷനുള്ള റവന്യൂ കമ്മി മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ധനസഹായം, അതിനെ വിളിക്കുന്ന പേരാണ്, അതൊരു ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ടാക്സ് ഡെവല്യൂഷനും ഉണ്ട്, ഗ്രാൻഡും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കിട്ടാറുണ്ട്? ടാക്സ് ഡെവല്യൂഷനും കിട്ടാറുണ്ട്, ഗ്രാൻഡും കിട്ടാറുണ്ട്. വെരി ഗുഡ് വർഷ. സോ ടാക്സ് ഡെവല്യൂഷന്റെ രൂപത്തിലും ആർട്ടിക്കിൾ 270. ഇനി ഗ്രാൻഡ് ഇൻ എയ്ഡ് കിട്ടാനുള്ള കൺസേൺഡ് ആർട്ടിക്കിൾ ഏതാണ്? ഗ്രാൻഡ് ഇൻ എയ്ഡ് കിട്ടാനുള്ള ആർട്ടിക്കിൾ 275 ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. റവന്യൂ റെസിപ്റ്റ്സിന്റെ ഒരു
ബ്രോഡ് സ്ട്രക്ചർ ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിന്റെ പരിമിതി കാരണം ക്ലാസ് സ്ട്രക്ചർ ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെഷൻ തൊട്ടിട്ട് നമുക്കത് വി ക്യാൻ മേക്ക് ഗുഡ് ഓഫ് ദാറ്റ്. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇനി അങ്ങോട്ട് സിലബസിൽ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് പഠിക്കേണ്ടതെന്നും അവിടുന്ന് എന്ത് ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു മിനിമം ധാരണ നിങ്ങൾക്ക് കിട്ടിയോ? ഇതുമായിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് വഴി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിന്റെ കളക്ഷന്റെ അടിസ്ഥാനത്തിലുള്ള 2023-24 ഡേറ്റ പ്രകാരമുള്ള ട്രെൻഡ് നമുക്കൊന്ന് നോക്കാം. എന്താ നോക്കൂ, ഇതാണ് ഈ പെർസെന്റേജോ ഈ ഫിഗറോ ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ആകെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ബേസ്ഡ് ഓൺ 2023-24. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ 25-26 ഒക്കെ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ 2023-24 ആണ്. കാരണം എക്കണോമിക് റിവ്യൂവിൽ എടുത്ത് പറയുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് എക്കണോമി പറയുന്നതിന് വേണ്ടി ഞാനത് നോക്കട്ടെ. റെക്കോർഡ് എങ്ങോട്ടാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ട്രൈയിങ് ദിസ്, എന്താ പറയണ്ടേ, നമ്മുടെ ടെലിഗ്രാം ലൈവ് റെക്കോർഡിങ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ആവുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഷെയർ ചെയ്യാം. പക്ഷേ എനിക്ക് ഇടാനൊരു താല്പര്യമില്ല. കാരണം ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്, ബാറ്ററി ഡ്രെയിൻഡ് ആവുന്നുണ്ട്, അതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. എനിവേ, ഈ റെക്കോർഡ് ആവുകയാണെങ്കിൽ ഞാൻ ശ്രീഹരിക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ഡാറ്റ വെച്ചിട്ട് SOTRന്റെ ട്രെൻഡ് ഒന്ന് പറഞ്ഞേ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് 2023-24 ഡേറ്റയാണ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് ഏത് ഡേറ്റയും അനലൈസ് ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക, 2023-24 ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നടേ? 1,24,486 കോടിയായിരുന്നു. എത്രയാണ് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്? 1,24,486 കോടിയായിരുന്നു. ഓക്കെ, അതില് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ആണ് ഏറ്റവും. നമുക്കറിയാം മൊത്തം 3 കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാം. സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഉണ്ട്, സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, CGT. ഒന്ന് പറഞ്ഞേ, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ, സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ, അതുപോലെ തന്നെ CGT, സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ, അല്ലെ? സോ ഇതില് ആ ടോട്ടൽ 1,24,000 ക്രോസില് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ തന്നെ ആയിരുന്നു. കാരണം ഔട്ട് ഓഫ് 1.24 ലാക്സ് 74,000 കോടിയും അല്ലെങ്കിൽ 74,329 കോടി രൂപയും എന്തിനത്തിൽ തന്നെ നമുക്ക് കിട്ടിയത്? സംസ്ഥാനത്തിന്റെ ടാക്സ് വരുമാനമായിട്ടാണ് കിട്ടിയത്. അതിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞ ഏതായിരുന്നു? സ്റ്റേറ്റ് GST ആയിരുന്നു. 41%. എമൗണ്ട് ജസ്റ്റ് അറിഞ്ഞാൽ മതി, ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒരു ഇൻക്രീസിംഗ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ആദ്യം എഴുതേണ്ട ടാക്സ് ഏതാടേ? SGST ആണ്. ആദ്യം എഴുതേണ്ട ടാക്സ് ഏതാണ്? SGST ആണ് ആദ്യം എഴുതേണ്ട ടാക്സ്. കാരണം അതാണ് അത്ര, അത് 41% ഉണ്ട്. ഇനി രണ്ടാമത് ഏതാണ്? രണ്ടാമത് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ സ്റ്റേറ്റ് സെയിൽസ് ടാക്സ് ഓൺ ആൽക്കഹോളിക് ആൻഡ് പെട്രോളിയം പ്രോഡക്ട്സ്, ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷനും പെട്രോളിയം പ്രോഡക്ട്സിനും സംസ്ഥാന ഗവൺമെന്റ് ചെലുത്തുന്ന ആ സ്റ്റേറ്റ് സെയിൽ ടാക്സ് ആണ് രണ്ടാമത്തത്. അത് എത്ര ശതമാനമുണ്ട്? 37.25% ഉണ്ട്. സോ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഏതാണ്? സെയിൽ ടാക്സ്. ST എന്ന് എഴുതിയിരിക്കുന്ന സെയിൽ ടാക്സ് ആണ്. സോ രണ്ടാം സ്ഥാനത്ത് വരുന്നത് സെയിൽസ് ടാക്സ് ആണ്. ഓക്കെ, ഇനി മൂന്നാം സ്ഥാനത്ത് ഏതാന്ന് നോക്കേ. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഏതാന്ന് നോക്കേ. മൂന്നാം സ്ഥാനത്ത് ഈ ഓർഡർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റും. ഓർഡർ പ്രകാരം സ്റ്റാമ്പ് ആൻഡ് രജിസ്ട്രേഷൻ ഫീ ആണ് കിടക്കുന്നത്. പക്ഷെ അതല്ല, മൂന്നാം സ്ഥാനത്ത് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണ് കേട്ടോ. 8.5%. തെറ്റരുത്, ഈ ഓർഡർ നോക്കണ്ട നിങ്ങൾ. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഏതാണ്? ഇതാ നോക്കൂ, മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫൈനൽ ഡേറ്റ പ്രകാരം 2023-24 ഫൈനൽ ഡേറ്റ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം എസ്റ്റിമേറ്റിന്റെ ഓർ ബേസ്ഡ് എസ്റ്റിമേറ്റിന്റെ പൊസിഷനിൽ നിൽക്കുകയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫൈനൽ ഡേറ്റയിൽ എക്കണോമിക് റിവ്യൂ പ്രകാരം സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവില് 74,000 കോടിയിൽ 8.5% വരുന്നത് ഏതാണ്? മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണ്. അപ്പൊ മൂന്നാം സ്ഥാനത്ത് നമ്മൾ എഴുതേണ്ടത് ഏതാടേ?
മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ, ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ഫോർ യുവർ നെക്സ്റ്റ് മെയിൻസ്. നിങ്ങളുടെ നെക്സ്റ്റ് മെയിൻസിന്റെ ഒരു പൊട്ടൻഷ്യൽ ചോദ്യമാണിത്. അറേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഇൻ ദെയർ ഓർഡർ, ഇൻ ദെയർ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആസച്ച് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും ഈ ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത മെയിൻസിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പൊ 1, 2, 3 കിട്ടി. 4ാം സ്ഥാനം ഏതാ? 4ാം സ്ഥാനമാണ് രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി. രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെ സ്റ്റാമ്പ് ഫീ ആണ്. അത് ആക്ച്വലി ടാക്സ് തന്നെയാണ്. ഫീ എന്ന് പറഞ്ഞെങ്കിലും ഇറ്റ്സ് എ ടാക്സ്. രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഫീ ആണ് 4ാം സ്ഥാനത്തുള്ളത്. ഏതാണ്ട് 7.66%, 5695 കോടി രൂപ. ഇനി 5ാം സ്ഥാനത്തുള്ളത് ഏതാണ്? 5ാം സ്ഥാനത്ത് വരുന്നത് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയാണ്. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയാണ് 5ാം സ്ഥാനത്ത് വരുന്നത്. 6ാം സ്ഥാനത്ത് വരുന്നത് ലാൻഡ് റവന്യൂ ആണ്. 6ാം സ്ഥാനത്ത് വരുന്ന ലാൻഡ് റവന്യൂ ആണ്. അപ്പൊ നിങ്ങൾ ഇത് നോട്ടായിട്ട് എഴുതി വെക്കുക. നിങ്ങൾ ഇത് 2024-25 ബഡ്ജറ്റ് വെച്ചും 2025-26 ബഡ്ജറ്റ് വെച്ചിട്ടും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ കമ്പോണൻസ് പിടികിട്ടിയല്ലോ, ഇനി കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പാടൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്താണ് അതിന്റെ ട്രെൻഡ് എന്നുള്ള. ട്രെൻഡിൽ മാറ്റം കാണത്തില്ല. ഈ ട്രെൻഡ് തന്നെ ആയിരിക്കും എപ്പോഴും ഫോളോ ചെയ്യുന്നത്. SGST, സെയിൽ ടാക്സ്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, രജിസ്ട്രേഷൻ ഫീ, എക്സൈസ് ഡ്യൂട്ടി, ലാൻഡ് റവന്യൂ. അപ്പൊ SOTR ബന്ധപ്പെട്ട് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്നുള്ള ഈ ചാപ്റ്ററിലെ ടാക്സ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട ട്രെൻഡ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ? പിടികിട്ടിയല്ലോ? ഓക്കെ, ദെൻ അടുത്തത് നോൺ ടാക്സ് റവന്യൂവിനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തേ. നോൺ ടാക്സ് റവന്യൂവിനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തേ. നോൺ ടാക്സ് റവന്യൂവിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരൂടെ? നോൺ ടാക്സ് റവന്യൂവിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ 1,24,000 കോടി ആകെ ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. എത്രയാണ്? 1,00,000. കണ്ടില്ലേ നേരത്തെ ഫിഗർ? 2023-24 1,24,000 കോടിയാണെന്ത് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ്. ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് അതിൽ SOTR ആണ് 74,000 കോടി. SONTR വന്നിട്ട് 16,345 കോടി രൂപയാണ്. SONTR വന്നിട്ട് എത്രയാണ്? 16,345 കോടി രൂപയാണ് ഉള്ളത്. SONTR എന്ന് പറയുന്നത്. 19 പാർട്ടിസിപ്പൻസ് ഇപ്പൊ ലൈവ് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ററാക്ഷനിൽ പങ്കെടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ 2 പേരെ ഇന്ററാക്ഷനിൽ ലൈവ് ആയിട്ടുള്ളൂ, നിങ്ങൾ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡിസ്കഷൻ എന്നൊരു ടാബ് ആണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈനിയർ PSCന്റെ തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. സോ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ വന്നിട്ട് 74,000 കോടി. സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ വന്നിട്ട് 16,345 കോടി. ഇതിന്റെ അകത്തെ കമ്പോണൻസിനെ കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതിന്റെ അകത്തെ കമ്പോണൻസ് ഏതൊക്കെയാന്ന് നോക്കേ. ഇതിന്റെ അകത്തെ കമ്പോണൻസിലെ ഏറ്റവും വലുത് സ്റ്റേറ്റ് ലോട്ടറീസ് എന്നുള്ള ഷെയർ ആണ്. ആ 16,000 കോടിയിൽ തന്നെ ഏകദേശം 12,000 കോടി, 76% ഏത് തന്നെ. ഇതൊരു ഒറ്റ ചോദ്യമായിട്ട് തന്നെ വരാം. നോൺ ടാക്സ് റവന്യൂവിലെ ലാർജസ്റ്റ് കമ്പോണന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലോട്ടറി എന്നുള്ള വരുമാനമാണ്. അപ്പൊ സ്റ്റേറ്റ് ലോട്ടറിയാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം സോഷ്യൽ ഡെവലപ്മെന്റ് സർവീസസ് ആണ്. നിങ്ങൾ നോക്കുക, അതിന്റെ ഡേറ്റ നോക്കിയാൽ മതി. അടുത്തത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിവിഡൻസിനുമാണ് 3ാം സ്ഥാനം. ഫോറസ്റ്റ് പ്രൊഡ്യൂസിനാണ് 4ാം സ്ഥാനം. ഫോറസ്റ്റ് പ്രൊഡ്യൂസിനാണ് 4ാം സ്ഥാനം വരുന്നത്. ഏതിനാണ്? ഫോറസ്റ്റ് പ്രൊഡ്യൂസിനാണ് 4ാം സ്ഥാനം വരുന്നത്. ഓക്കെ, ശരി. ഫോറസ്റ്റ് പ്രൊഡ്യൂസിനാണ് 4ാം സ്ഥാനം വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ട്. കാരണം നമ്മൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ. ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സിൽ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ മുൻ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ. 2022, 23, 24 വെച്ച് നോക്കുമ്പം കമ്പയർ ചെയ്യുമ്പം 22-23 റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് 1,32,000 കോടിയായിരുന്നു. എന്നാൽ 23-24 എത്തിയപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു? 1,24,000 ആയിട്ട് കുറഞ്ഞു. നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ കൂടി. 71,000 ഉണ്ടായിരുന്നത് 74,000 ആയി. സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂവും കൂടി. 15,000 കോടി ഉണ്ടായിരുന്നത് എത്രയായി? 16,000 കോടിയായി. അതായത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജനങ്ങളുടെ അടുത്ത് പറയാൻ ഈ 2 ഡേറ്റ മതി. ഇത് ആക്ച്വൽ ഡേറ്റയുമാണ്, ഫൈനൽ ഡേറ്റയുമാണ്. സംസ്ഥാന നികുതി വരുമാനം 71,000 കോടിയിൽ നിന്ന് 74,000 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. നികുതി ഏതര വരുമാനമായിട്ടുള്ളതും കൂടിയിട്ടുണ്ട്.
അപ്പം എവിടാണ് ഗവൺമെന്റിന്റെ ആകെ റവന്യൂ റെസിപ്റ്റ്സിൽ ഇടിവ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടിവ് വന്നിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സിലാണ് ഇടിവ് വന്നിട്ടുള്ളത്. തൊട്ട് മുന്നത്തെ വർഷം 45,638 കോടി കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയെടുത്ത് 2022-23 ആയ സമയത്ത് എത്ര ആയടേ? 2023-24 ആയപ്പം അത് 33,000 കോടിയായിട്ട് കുറഞ്ഞു. തൊട്ടടുത്ത വർഷം, അതായത് നമ്മളിപ്പോ നടപ്പ് സാമ്പത്തിക വർഷം, നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ചിലെ അവസാനിക്കത്തുള്ളൂ. ഇപ്പൊ പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം കുറവാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. 2022-23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷം പോലും അവസാനം കിട്ടിയ കണക്ക് പ്രകാരം പോലും നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 33,000 കോടിയെ കിട്ടിയിട്ടുള്ളൂ. 2022-20 ഇതിന്റെ അകത്തൊരു പൊളിറ്റിക്സ് കൂടെ വരുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. 2022-23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എത്ര കോടിയുടെ ലോസ് ഇവിടെ തന്നെ ഉണ്ട്? 12,000 കോടി രൂപ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കുറച്ചാണ് നമുക്ക് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പോലും കിട്ടിയിരിക്കുന്നത്. വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലും 41 അന്നൊരു 2022-23 വെച്ച് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് എവിടെ ഉള്ളത്? കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന തുകയുടെ ടേംസിലുള്ളത് മൈനസിലോട്ട് പോയി, നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് പോയി. ഡെഫിസിറ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇതിന്റെ കാരണം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ് ഈ പറയുന്നത് പോലെ കൂടിയിട്ടേ ഉള്ളൂ. 18,000 എന്നുള്ളത് 21,000 23,000 അതായത് ഭരണഘടനാപരമായിട്ട് ആ ഡിവിസി പൂളിൽ നിന്ന് കിട്ടേണ്ട തുക ടോട്ടൽ ടാക്സ് റെസിപ്റ്റ്സിന്റെ നെറ്റ് ഷെയറിന്റെ 41% നിന്ന് കേരളത്തിന് കിട്ടേണ്ട വിഹിതം നമുക്ക് കിട്ടുന്നത് ടാക്സ് ടോട്ടൽ കളക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് അതിന് ആനുപാതികമായിട്ട് കൂടുന്നുണ്ട്. എവിടാണ് നമുക്ക് കുറഞ്ഞു പോയത്? നമുക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡിലാണ് കുറവ് വന്നത്. 2 കാരണമുണ്ട്. ഒന്ന്, 2022 കൂടി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന GST നടപ്പിലാക്കിയത് വഴി, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. GST 2017 നടപ്പിലാക്കിയത് വഴി സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന റവന്യൂ നഷ്ടം എന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് അല്ലെ, റവന്യൂ ഡെഫിസിറ്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോമ്പൻസേഷൻ സ്കീം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു തുക കിട്ടുമായിരുന്നു, GST കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുമായിരുന്നു. അത് 2022 കൂടി അവസാനിച്ചു. സോ ഒബ്വിയസ്ലി എന്ത് കുറഞ്ഞു? 2022 കൂടി അത് അവസാനിച്ചത് വഴി ആ ഇനത്തിൽ കിട്ടുന്ന ഗ്രാന്റ് ഇല്ലാതെയായി. സോ അതൊരു ഡിപ്പാണ്. ഗ്രാൻഡ് ഇൻ എയ്ഡിൽ കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പക്ഷെ 27,000 15,000 കുറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ചില നയങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടും ബാധകം. അതിൽ എക്കണോമിക് റിവ്യൂവിൽ കവർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇവർക്ക് ഷെയറബിൾ ആയിട്ടുള്ള സാധനം, അതായത് ടാക്സിന്റെ രൂപത്തില് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഷെയർ ചെയ്യേണ്ട തുക മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണലി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്സും സർചാർജും ലെവി ചെയ്യാൻ തുടങ്ങി. ആര്? കേന്ദ്ര ഗവൺമെന്റ്. സെസ്സും സർചാർജും ഒക്കെ ഞാൻ ബഡ്ജറ്റിന്റെ ഫണ്ടമെന്റൽ ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാം. രണ്ടിനെ നിങ്ങൾ ടാക്സ് ഓൺ ടാക്സ് എന്നൊന്ന് മനസ്സിലാക്കുക. എന്താണ് ടാക്സ് ഓൺ ടാക്സ്? ആണ് സെസ് ആണെങ്കിലും സർചാർജ് ആണെങ്കിലും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സെസ് ഫോർ ഡെഫിനിറ്റീവ് പർപ്പസ് കേന്ദ്ര ഗവൺമെന്റ് പല ആക്ടിവിറ്റീസിലും സെസ് ലെവി ചെയ്യാറുണ്ട്. അത് ആ പർപ്പസിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് വിനിയോഗിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ സർചാർജ്, ഇൻകം ടാക്സിൽ സർചാർജ് ഉണ്ട്. ഏറ്റവും ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് സർചാർജ് കൊടുക്കേണ്ടി വരും. സോ ഈ കിട്ടുന്ന തുക കോൺസ്റ്റിറ്റ്യൂഷണലി ആർക്ക് വീതം വെക്കണ്ട? സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വീതം വെക്കണ്ട. അപ്പം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന വിഹിതം കുറയ്ക്കുന്നതിന് വേണ്ടി ടെക്നിക്കലി കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തിയ ഒരു ലൂപ്പ് ഹോൾ ആണെന്ത്? സെസ് ആയിട്ടും സർചാർജ് ആയിട്ടും ടാക്സ് ലെവി ചെയ്യുക എന്നുള്ളത്. ആ നിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട എമൗണ്ട് എന്ത് ചെയ്തു? അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതൊന്ന്. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ GST കോമ്പൻസേഷന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഡിപ്പ് ഉണ്ടായി. GST കോമ്പൻസേഷൻ കുറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഓക്കെ, അപ്പം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ പൊളിറ്റിക്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് കുറയാൻ കാരണം, ടാക്സ് നോൺ ടാക്സ് കൂടി നിൽക്കുമ്പോഴും ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് കുറയാൻ കാരണം നമുക്ക് ഏകദേശം 15,000 കോടി രൂപയുടെ ഒരു ഇടിവ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ട് നമുക്ക് എവിടെ നഷ്ടപ്പെട്ടു? കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കുറവുണ്ടായി. ഇപ്പൊ പോലും ആ സ്ഥിതിവിശേഷത്തിൽ മാറ്റമില്ല എന്നുള്ളതാണ്. ആ 25,000 കോടിക്ക് മുകളിൽ കിടന്ന ആ തുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈയിടെയൊക്കെ നമ്മുടെ സംസ്ഥാന ഫിനാൻസ് മിനിസ്ട്രി, ധനകാര്യമന്ത്രിയും കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്ററും തമ്മിൽ, അല്ലെ കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഉണ്ടായ ഒരു ടഗ് ഓഫ് വാർ തന്നെ എന്താണ്? കേരളത്തിന് കിട്ടാനുള്ള തുക. കാരണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് എത്രയാടേ?
11,000 കോടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തത്. നമുക്ക് പക്ഷേ ഡിസംബർ വരെ എത്ര കിട്ടിയിട്ടുള്ളൂ? 7,800 കോടിയെ കിട്ടിയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇത് കൂടി മീൻസ് ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. 2015 ശേഷം സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഈ സെൻട്രത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം എന്താണ്? ഈ കോർ ഓഫ് ദ കോർ സ്കീംസിലാണ് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നത് 90% വരെ പോകുന്നത്. ഈ 2015 നീതി ആയോഗിന്റെ കടന്നുവരവോടുകൂടി ഈ കോർ ഓഫ് ദ കോർ സ്കീംസിനെയും കോർ സ്കീംസിനെയും അവരൊന്ന് പരിഷ്കരിച്ചു. ഒരേ സമയം സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുകയും വേണം. എന്നാൽ അതിനായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള ബാധ്യത ക്രമേണ സംസ്ഥാനങ്ങളിലേക്ക് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സംസ്ഥാനങ്ങളുടെ പെടലിക്ക് വെച്ചു കൊടുക്കാനും തുടങ്ങി. ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കഴിഞ്ഞ 10 വർഷം നടന്ന ഒരു ഡെവലപ്മെന്റ് അനലൈസ് ചെയ്ത് പറയുകയാണ്. ഈ പോയിന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഫെഡറലിസത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷതം ഏതൊക്കെ രീതിയിലാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും ഭരണഘടനയിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ എക്സ്പേർട്ട് ഏജൻസീസിനെ ഉപയോഗിച്ചുകൊണ്ടും സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് അധികാരം ചെലുത്തുന്നതിന്റെ ആ ഒരു പ്രവണത കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള ഒരു സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് അതിന് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി 2015 മുഖ്യമന്ത്രിമാരുടെ സെലക്ടഡ് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നീതി ആയോഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകളെ പരിഷ്കരിക്കുകയും അതിന്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു. എണ്ണം കുറയ്ക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ ഞാൻ സിംപിളി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിന് വേണ്ടുന്ന സ്കീം ആ സംസ്ഥാനത്തെ പോളിസി മേക്കേഴ്സും ബ്യൂറോക്രാറ്റ്സും ഗവൺമെന്റും കൂടെ ആലോചിച്ച് നടപ്പിലാക്കിയ പോരെ. സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സ്കീം ഇവിടെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അത് ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പറയാലോ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിലെ കോർ ഓഫ് ദ കോർ സ്കീംസിൽ മാത്രമേ സെൻട്രൽ എയ്ഡ് അല്ലെങ്കിൽ സെൻട്രൽ സ്പോൺസർ ചെയ്യുന്ന എമൗണ്ട് 90% വരെ പോകത്തുള്ളൂ. കോർ സ്കീംസിലൊക്കെ വരുമ്പോൾ 40 to around 50% സംസ്ഥാന ഗവൺമെന്റ് ആണ് ഫണ്ട് കണ്ടെത്തേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് ആണ് കോർ സ്കീംസിനായിട്ട് ഫണ്ട് കണ്ടെത്തേണ്ടത്. ഈ സ്കീം നടപ്പിലാക്കേണ്ട ബാധ്യത എന്തുകൊണ്ടാണ്? ഇന്ത്യ പോലൊരു വ്യവസ്ഥയിൽ കേന്ദ്ര പദ്ധതി സെൻട്രലി സ്പോൺസേർഡ് ആയതുകൊണ്ട് തന്നെ ഈ സ്കീം ഇന്ന സംസ്ഥാനത്ത് റൺ ചെയ്യണമെന്നുള്ള മാൻഡേറ്റ് വരുന്നതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് ആരുടെ ബാധ്യതയായിട്ട് മാറുന്നു? സംസ്ഥാനങ്ങളുടെ ബാധ്യതയായിട്ട് മാറുന്നു. കേന്ദ്രം അതിനായിട്ട് ഫണ്ട് തരുന്നുണ്ടോ? ഇല്ല. അപ്പൊ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വഴി കിട്ടുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേര് ടൈഡ് ഫണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ അൺടൈഡ് ഫണ്ടും ഉണ്ട്, ടൈഡ് ഫണ്ടും ഉണ്ട്. എന്താണ്? അൺടൈഡ് ഫണ്ടും ഉണ്ട്, ടൈഡ് ഫണ്ടും ഉണ്ട്. എന്താണ് അൺടൈഡ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അൺടൈഡ് ഫണ്ടാണ് നിങ്ങൾ കണ്ട ആർട്ടിക്കിൾ 270 രൂപത്തിലും 275 രൂപത്തിലും കിട്ടുന്ന ഫണ്ട്സ് ആണെന്ത്? അൺടൈഡ് ഫണ്ട്. ഈ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബഡ്ജറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും. എന്നാൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന്റെ ഭാഗമായിട്ട് കോർ ഓഫ് ദ കോർ സ്കീംസിലും കോർ സ്കീമിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫണ്ട്സ് എന്താണ്? അത് ടൈഡ് ഫണ്ടാണ്. മനസ്സിലായില്ലേ? അത് ടൈഡ് ഫണ്ടാണെന്ന് മാത്രമല്ല ആ ഫണ്ടിന് പുറമേ ഉള്ള ഫണ്ട് കണ്ടെത്താനുള്ള ബാധ്യതയും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വന്ന് നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ കാരണം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അതൊരു ആഡഡ് ബാധ്യതയാണ്. നമ്മുടെ എക്സ്പെൻഡിച്ചർ നിങ്ങളുടെ സിലബസിൽ അടുത്തുള്ള ടോപ്പിക്കാണ് എന്ത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇതുപോലെ നിങ്ങൾ പഠിക്കണം. പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്ന സമയത്ത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കോർ സ്കീംസ് നടപ്പിലാക്കുന്നത് വഴി നമുക്ക് എന്ത് കൂടുന്നുണ്ട്? അത് നമ്മുടെ ഒരു ബാധ്യതയായി തീരുന്നുണ്ട് കോർ സ്കീംസ് എന്നുള്ളത്. ഞാൻ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസാണ് പറഞ്ഞത്. ഓക്കെ സർ, കേന്ദ്രം പറയുന്നത് കേരളം എസ്റ്റിമേറ്റ്സ് കറക്റ്റ് ടൈം പ്രസന്റ് ചെയ്തില്ല എന്നാണല്ലോ, അത് ശരിയാണോ? നിർമ്മലാ സീതാരാമൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ, കറക്റ്റ് ടൈമിൽ ഇത്തവണ എസ്റ്റിമേറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം എത്രയാണെന്ന് നോക്ക്. കേന്ദ്ര ഗവൺമെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഗ്രാൻഡിന്റെ എയ്ഡ് വെറും 13,000 കോടിയുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത് 27,000 കോടി കിട്ടിയിരുന്നത് എന്തുകൊണ്ട് 13,000 കോടിയായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും GST കോമ്പൻസേഷൻ നിലച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ബേസിക്കലി നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസിലോട്ടോ പൊളിറ്റിക്സിലോട്ടോ ഒന്നും ഞാൻ പോകുന്നില്ല. സ്ട്രക്ചറും ട്രെൻഡും വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് 1 മാർക്കോ 2 മാർക്കോ മിനിമം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം. ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്തിന്റെ ഭാഗമാണ്? റവന്യൂ റെസിപ്റ്റ്സിന്റെ ഭാഗമാണ്. ഒരു റിവിഷനാണ് പെട്ടെന്ന്. ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്തിന്റെ ഭാഗമാണ്? അത് റവന്യൂ റെസിപ്റ്റ്സിന്റെ ഭാഗമാണ്. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു കൊടുക്കേണ്ടാത്തതും പലിശ കൊടുക്കേണ്ടാത്തതും നാളെ ഒരാൾ ഒന്ന് ക്ലെയിം ഉന്നയിക്കാത്തതും എന്തെങ്കിലും വിറ്റ് തൊലച്ച് കിട്ടിയതല്ലാത്തതുമായിട്ടുള്ള ആ ആളുടെ 20 പണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അയാൾക്ക് സ്വന്തമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്ന അൺടൈഡ് ആയിട്ടുള്ള യാതൊരു ഒബ്ലിഗേഷനും ഇല്ലാത്ത ഫണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? റവന്യൂ റെസിപ്റ്റ്സ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ റവന്യൂ റെസിപ്റ്റ്സ് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൽ പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിലേക്ക് കേരളത്തിലേക്ക് വരുമ്പം ആ റവന്യൂ റെസിപ്റ്റ്സിനെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? നിങ്ങളുടെ സിലബസിൽ അതിനെ ബ്രോഡായിട്ട് ടാക്സ് എന്നും നോൺ ടാക്സ് എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ സ്പെസിഫിക് ആയിട്ടൊന്ന് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? SOTR സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ, SONTR സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ. ഇത്രയും കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫർ ഇത്രയും കാര്യം ക്ലിയർ ആണോ? അതിൽ തന്നെ SOTRന്റെയും SONTRന്റെയും CGTയുടെയും ഘടന നമ്മൾ പഠിച്ചു. SOTRൽ എന്തൊക്കെയാ ഉള്ളത്? SOTRൽ പ്രധാനമായിട്ടും 6 മേജർ ടാക്സസ് വരുന്നുണ്ട്. ഏതൊക്കെയാ ഒന്ന് റീകോൾ ചെയ്തേ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടാക്സസ്? SGST ഉണ്ട്, സ്റ്റേറ്റ് GST വരുന്നുണ്ട്, സെയിൽ ടാക്സ് വരുന്നുണ്ട്, ഓർഡറിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. മോട്ടോർ വെഹിക്കിൾ ടാക്സ് വരുന്നുണ്ട്, രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഫീ വരുന്നുണ്ട്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്, ലാൻഡ് റവന്യൂ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഓർഡർ. ഏതൊക്കെയാണ്? SGST വരുന്നുണ്ട്, സെയിൽ ടാക്സ് വരുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ ടാക്സ് വരുന്നുണ്ട്, പിന്നെ രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഫീ വരുന്നുണ്ട്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്, പിന്നെ ഏത് വരുന്നുണ്ട്? ലാൻഡ് റവന്യൂ വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ SOTR എന്ന് പറയുന്നത്. ഇനി SONTRൽ എന്തൊക്കെ വരുന്നുണ്ട്? SONTRൽ എന്തൊക്കെ വരുന്നുണ്ട്? SONTRൽ ലോട്ടറി വരുന്നുണ്ട്. പിന്നെ ഏതായിരുന്നേ നമ്മൾ പറഞ്ഞത്? മറ്റേ ഡെവലപ്മെന്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഫോറസ്റ്റിൽ നിന്നുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള വരുമാനം വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ CGTയിൽ എന്തൊക്കെ വരുന്നുണ്ട്? CGTയിൽ ആർട്ടിക്കിൾ 270 പ്രകാരമുള്ള ടാക്സ് ഡെവല്യൂഷനും വരുന്നുണ്ട്. ആർട്ടിക്കിൾ 275 പ്രകാരമുള്ള ടെക്നിക്കലി പറയുകയാണെങ്കിൽ പോസ്റ്റ് ഡെവല്യൂഷൻ, ഇങ്ങനെ തന്നെ പഠിക്കണേ, പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ, പോസ്റ്റ് ടാക്സ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ. സിംപ്ലി ഓർത്തിരിക്കുക, നിങ്ങൾ അതിന് എന്തെന്ന് ഓർക്കുക? ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് ഓർക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു അന്യതാഭാവം മാറി കിട്ടിയോ നിങ്ങൾക്ക്?